ഇപ്പോൾ ബസ്സിനകത്ത് വെച്ച് ലൈംഗിക അതിക്രമം എന്ന പരാതിക്കാരി ഷിംജിത അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിൽ ആ യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ ഷിംജിത അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, പറയൂ. അതായത് കൊയിലാണ്ടി ആശുപത്രിയിൽ ഹാജരാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ലൈംഗിക അതിക്രമം എന്ന ആരോപണത്തിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പരാതിക്കാരി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു ഷിംജിതയ്ക്കെതിരെ നേരത്തെ. എന്തായാലും അവർ കസ്റ്റഡിയിലായിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി ഒളിവിലാണെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ എന്തായാലും വടകരയിൽ നിന്നാണ് പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഷിംജിത നേരത്തെ നൽകിയിരുന്നതാണ്. പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസൊക്കെ ഇറക്കിയിരുന്നതാണ്. വടകരയിൽ നിന്ന് എന്തായാലും അറസ്റ്റിലായിരിക്കുന്നു. നിലവിൽ അർജുൻ, എപ്പോഴാണ് ഈ അറസ്റ്റ് സംഭവിച്ചത്? റോഷി, അതായത് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇത്തരമൊരു അറസ്റ്റ് പോലീസ് അല്ലെങ്കിൽ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വടകരയിലെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം കൊയിലാണ്ടിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഈ പ്രതിഷേധമൊക്കെ ഉയർന്നു വരാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലോ എത്തിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ ഷിംജിത നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു അറസ്റ്റ് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നേരത്തെ തന്നെ ഷിംജിതയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ പോലീസ് പുറത്തിറക്കിയതാണ്. വിവിധ എയർപോർട്ടുകളിലേക്ക് അത്തരം ഒരു സർക്കുലർ നൽകുകയും ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു അറസ്റ്റ് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഇത്തരമൊരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷിംജിതയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നത് വളരെയധികം ഒരു സംശയം ഉണ്ടാക്കിയിരുന്നു. കാരണം സാധാരണ രീതിയിൽ ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിക്കഴിഞ്ഞാൽ കോടതി ആ അപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അതിനകത്തൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊന്നും തന്നെ കടക്കാറില്ല. എന്നാൽ ഇവിടെ പോലീസ് വേഗത്തിൽ തന്നെ ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വടകരയിലെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏറ്റവും പ്രധാനമായി അതിനുശേഷം കൊയിലാണ്ടിയിലെ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്കോ എത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. പ്രതിഷേധ സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു എവിടെയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആളുകളുടെ ശ്രദ്ധ പതിയാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ നിന്നും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തിയാക്കി പിന്നീട് കോടതിയിലേക്ക് ഹാജരാക്കുന്ന നടപടികളിൽ ഉൾപ്പെടെ കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഷിംജിത, ഏറ്റവും പ്രധാനമായിട്ട് ഷിംജിത ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കും എന്നുള്ള മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയായിരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.